അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: 60 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരാകൃതിയിലുള്ള പാർക്കിന് നടുവിൽ ക്രോസ് ആയി 2 കോൺക്രീറ്റ് റോഡുകളുണ്ട്. പാർക്കിന്റെ ബാക്കി ഭാഗം പുൽത്തകിടിയായി ഉപയോഗിക്കുന്നു. ഈ ഭാഗത്തിന്റെ വിസ്തീർണം 2109 ചതുരശ്ര മീറ്റർ ആണെങ്കിൽ റോഡിന്റെ വീതി എന്ത്? ഓപ്ഷൻ ഉണ്ട്: 2.91 മീറ്റർ, 3 മീറ്റർ, 5.82 മീറ്റർ, 4 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ പാർക്ക് എന്ന് വിചാരിക്കാം. പാർക്കിന്റെ ഒരു വശം 60 മീറ്റർ ആണ്, മറ്റേ വശം 40 മീറ്റർ ആണ്. ഇനി ഇതിന് ക്രോസ് ആയിട്ട് 2 റോഡുകൾ പോകുന്നുണ്ട്. ഇത് ഒരു റോഡാണെന്ന് വിചാരിക്കുക, ഇത് രണ്ടാമത്തെ റോഡാണെന്ന് വിചാരിക്കുക. 2 റോഡും ഒരേ വീതി തന്നെയാണ്. ഇതിന്റെ വീതി എ ആണെങ്കിൽ രണ്ടാമത്തെ റോഡിന്റെ വീതിയും എ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ റോഡ് ഒഴികെയുള്ള ഭാഗം, അതായത് ഇതെന്തായിട്ട് ഉപയോഗിക്കുന്നു? പുൽത്തകിടിയായി ഉപയോഗിക്കുന്നു. എന്നിട്ട് അതിന്റെ വിസ്തീർണം തന്നിട്ടുണ്ട്. എത്രയാണ്? 2109. അങ്ങനെയാണെങ്കിൽ റോഡിന്റെ ഈ വീതി എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് കാണാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതിന്റെ മൊത്തത്തിലുള്ള വിസ്തീർണം കണ്ടുപിടിക്കണം. പിന്നെ അതിൽ നിന്ന് ഈ പുൽത്തകിടിയുടെ വിസ്തീർണം കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ റോഡുകളുടെ ആകെ വിസ്തീർണം കിട്ടും. ആകെ വിസ്തീർണത്തിൽ നിന്ന് പുൽത്തകിടി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താണുള്ളത്? ഈ 2 റോഡുകളാണുള്ളത്. അപ്പൊ നമുക്ക് റോഡിന്റെ വിസ്തീർണം കിട്ടും. റോഡിന്റെ വിസ്തീർണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇക്വേഷൻ ഇട്ടുകൊടുത്താൽ നമുക്ക് റോഡിന്റെ വീതിയായിട്ടുള്ള എ കിട്ടും. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്താണ്? ആകെ വിസ്തീർണം. ആകെ വിസ്തീർണം കാണാൻ നീളം ഇൻറ്റു വീതി. ചതുരമായതുകൊണ്ട് നീളം ഇൻറ്റു വീതി 60 × 40 2400 ആണ് ആകെ വിസ്തീർണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞു പുൽത്തകിടിയുടെ വിസ്തീർണം കുറയ്ക്കണം. പുൽത്തകിടിയുടെ വിസ്തീർണം തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 2109 ആണ്. അത് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോഡിന്റെ വിസ്തീർണം കിട്ടും. അപ്പൊ ഇത് കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2400 നിന്ന് 2109 കുറച്ചാൽ 291 ആണ് എന്ത്? റോഡിന്റെ വിസ്തീർണം. അപ്പൊ റോഡിന്റെ വിസ്തീർണത്തിന്റെ ഇക്വേഷനിൽ 291 ഉത്തരമായിട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. അപ്പൊ ഇനി നമുക്ക് റോഡിന്റെ വിസ്തീർണത്തിന്റെ ഇക്വേഷൻ നോക്കാം. ഒന്നാമത്തെ റോഡ് ഇതാണ്. അതിന്റെ ഒരു വശം എത്രയാണ്? എ ആണ്. മറ്റേ വശം എത്രയാണ്? ഇതാണത് മറ്റേ വശം. അത് എത്രയാണ്? 60 ആണ്. അപ്പൊ ആ റോഡിന്റെ വിസ്തീർണം 60 × എ. നീളം ഇൻറ്റു വീതിയാണല്ലോ. 60 × എ. ഇനി രണ്ടാമത്തെ റോഡിന്റെ ഒരു വശം എത്രയാണ്? 40 ആണ്. മറ്റേ വശം എത്ര തന്നെയാണ്? എ തന്നെയാണ്. അപ്പൊ ആ റോഡിന്റെ വിസ്തീർണം 40 × എ. ഓക്കെ, അപ്പൊ റോഡിന്റെ ആകെ വിസ്തീർണം കിട്ടാൻ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതിയോ? മതി എന്ന് തോന്നും, പക്ഷെ പോരാ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നടുവിൽ ഒരു പോർഷൻ വരുന്നുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് കടന്നു പോകുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ റോഡിലും കഷ്ണം വരുന്നുണ്ട്, ഈ ക്രോസ് ആയിട്ട് പോകുന്ന റോഡിലും ആ പാർട്ട് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇത് 2 തവണ ഇതിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ട് ഒരു തവണയുള്ളത് നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് ആ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന് മനസ്സിലാക്കാം. ഇനി അതിന്റെ ഒരു വശം എ ആണ്, മറ്റേ വശവും എ ആണ്. കാരണം ഒരു വശം ഇതാ എ ആണ്, മറ്റേ വശം ഇതാണ്, അതും എ ആണ്. അപ്പോൾ ആ ഒരു ഏരിയ കൂടി കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും? റോഡിന്റെ വിസ്തീർണം കിട്ടും. അപ്പൊ 60 × എ 60a പ്ലസ് 40 × എ 40a മൈനസ് ഇതിന്റെ വിസ്തീർണം എ × എ സ്ക്വയർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? റോഡിന്റെ ആകെ വിസ്തീർണമായ 291 കിട്ടുക. അപ്പൊ നമുക്ക് 60a പ്ലസ് 40a 100a മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു 291 എന്ന് എഴുതാം. ഇനി ഒന്നുകൂടെ ഇക്വേഷൻ കറക്റ്റ് ആയി വരുന്ന പോലെ എഴുതുമ്പോൾ ആദ്യം എ സ്ക്വയർ വരുന്ന പോലെ എഴുതാം, മൈനസ് എ സ്ക്വയർ, പിന്നെ എ വരണം പ്ലസ് 100a, പിന്നെ 291 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എഴുതണം, മൈനസ് 291 ഈക്വൽ ടു 0. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി.
ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് എ കണ്ടുപിടിക്കാം. എ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താം. ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഈ ഫോമിൽ തന്നെ വെക്കാം. ഇതിനകത്തുനിന്ന് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടും. രണ്ടാമതൊരു കേസ് എന്ന് പറഞ്ഞാൽ എക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എക്ക് നമുക്ക് 0, 1, 2, 3 ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ ഇക്വേഷൻ ഓക്കെ ആവുന്നുണ്ടോ നോക്കാം. ആദ്യം 0 കൊടുക്കാം. എക്ക് 0 കൊടുക്കുന്ന സമയത്ത് 0 സ്ക്വയർ 0 തന്നെ, പ്ലസ് 100 ഇൻറ്റു 0 0 തന്നെ, മൈനസ് 291 ഈക്വൽ ടു 0 ആണ്. 0 മൈനസ് 291 ഒരിക്കലും 0 അല്ല. ഓക്കെ, അപ്പോൾ 0 എന്നുള്ള ഓപ്ഷൻ നമുക്ക് കറക്റ്റ് അല്ല. അടുത്തത് 1 ഇട്ട് കൊടുക്കാം. എക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 1 പ്ലസ് 100 ഇൻറ്റു 1, അതായത് 100 തന്നെ, മൈനസ് 291 ഈക്വൽ ടു 0 ആണ്. 100 മൈനസ് 291 ഒരിക്കലും 0ക്ക് ഈക്വൽ അല്ല. അപ്പോൾ 1 അല്ല. നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 2 ഇതിങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഓപ്ഷനിലുള്ള വാല്യൂ ഉണ്ടല്ലോ, ഓപ്ഷനിൽ 3 ഉണ്ട്, 4 ഉണ്ട്, ഇതൊക്കെ ആദ്യം ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കാര്യം കിട്ടും. അപ്പോൾ ഓപ്ഷനിലുള്ള 3 ഇട്ട് കൊടുക്കാം. അപ്പം മൈനസ് 3 സ്ക്വയർ, അതായത് മൈനസ് 9 പ്ലസ് 100a പ്ലസ് 100 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 300 മൈനസ് 291 ഈക്വൽ ടു 0 ആണോ? മൈനസ് 9ഉം 300ഉം കൂടെ ചേരുമ്പോൾ 291 ആണ്. പിന്നെ ഒരു മൈനസ് 291 ഉണ്ട്. 291 മൈനസ് 291 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അത് കറക്റ്റ് ആണ്. അത് കറക്റ്റായി വരുന്നുണ്ട് എന്നർത്ഥം എന്താണ്? നമ്മൾ കൊടുത്ത 3 തന്നെയാണ് അതിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് 3 ആൻസർ കിട്ടും. അത് ഒരു മെത്തേഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബി സ്ക്വയർ മൈനസ് 4ac ഇട്ട് കൊടുക്കാം. ബി സ്ക്വയർ മൈനസ് 4ac ഇട്ട് കൊടുക്കുന്ന സമയത്ത് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 100, സി ഈക്വൽ ടു 291 നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാല്യൂയിലേക്ക് എത്താം. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 10,000 വരും. അതിനകത്ത് നിന്ന് 4ac കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു വാല്യൂ കിട്ടും. അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അതിന്റെ റൂട്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവണം. ഇത്രയും വലിയൊരു സംഖ്യയുടെ റൂട്ട് ഇതാണെന്നുള്ളതൊക്കെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രശ്നം. അതിനു പകരം നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുന്ന ഈ രീതി യൂസ് ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ ഉത്തരം കിട്ടി വാല്യൂ മെത്തേഡിലൂടെ, വാല്യൂ ഇട്ട് കൊടുക്കുന്ന മെത്തേഡിലൂടെ നമുക്ക് ഉത്തരം 3 എന്ന് കിട്ടി. ഇനി ഈ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 3 അല്ലാതെ ഒരു ആൻസർ കൂടെ കിട്ടും. 97 എന്നുള്ള ആൻസർ കൂടെ കിട്ടും. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ 97 ഇല്ല. അതുകൊണ്ട് 97 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, 3 കൺസിഡർ ചെയ്യുക. അതാണ് ഉത്തരം. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് മനസ്സിലാക്കാൻ. അത് 1-2 തവണ കേട്ട് നോക്കാം, എന്നിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലിയർ ആവുന്നതായിരിക്കും.